ഹലോ, അപ്പോൾ എല്ലാവർക്കും വീണ്ടും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് എല്ലാവർക്കും ഉണ്ടല്ലോ നമ്മുടെ ലൈഫിൽ നിന്നും മാറ്റണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്ന ചെറുതും വലുതുമായിട്ടുള്ള കുറേ ബാഡ് ഹാബിറ്റ്സ് നമുക്കുണ്ട്. നമ്മൾ ഈ ന്യൂ ഇയർ റെസൊല്യൂഷൻ എന്ന് പറഞ്ഞിട്ട് കുറേ സംഗതികൾ എടുക്കും. ഞാനും എടുക്കാറുണ്ട്. ഈ വർഷം ഞാൻ സ്വീറ്റ്സ് കഴിക്കില്ല, ഈ വർഷം ഞാൻ ഇന്ന സാധനം ചെയ്യില്ല, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കുറച്ചുള്ള പൊട്ടശീലങ്ങളൊക്കെ മാറ്റാൻ വേണ്ടിയിട്ട് റെസൊല്യൂഷൻ എടുക്കും. സത്യസന്ധമായിട്ട് നിങ്ങൾ പറയണം കേട്ടോ, എല്ലാ വർഷവും റെസൊല്യൂഷൻസ് ഇങ്ങനെ എടുത്തിട്ട് അതിൽ തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്തിട്ട് അത് കംപ്ലീറ്റ് ചെയ്യുന്ന ആരൊക്കെയുണ്ട്? ഞാൻ ആ കാറ്റഗറിയിൽ പെട്ട ആളല്ല. ഞാനിങ്ങനെ കുറച്ച് ദിവസം സ്റ്റാർട്ടാക്കും, പിന്നെ ഞാൻ തിരികെ തന്നെ പഴയതിലോട്ടേക്ക് പോകും. പക്ഷേ നമുക്കുണ്ടല്ലോ ഒരു കുഞ്ഞു കുഞ്ഞു സംഭവങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ അതാണ് കേട്ടോ ഈ ഒരു ടോപ്പിക് എന്ന് പറയുന്നത്. ഓഫ് കോഴ്സ് ഇൻസ്പയർഡ് ഫ്രം ജാപ്പനീസ് തന്നെയാണ്. അതിൽ ഒരു 1 minute റൂൾ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംഭവം ഞാൻ പറയാം. എനിക്കുണ്ടല്ലോ സ്വീറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഇഷ്ടമുള്ളൊരു സംഭവമായിരുന്നു. ചെറുതിലേ മുതൽ ഞാൻ ഈ മിഠായി കട്ട് തിന്നതിന് കണക്കില്ല. ഞാനൊരു കള്ളച്ചിയായിരുന്നു. ഞാൻ ഇഷ്ടംപോലെ മിഠായി ഞാനിങ്ങനെ കട്ട് തിന്നിട്ടുള്ള ചരിത്രമൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ വലുതായപ്പോഴും എനിക്ക് ആ സ്വീറ്റ്സിനോടുള്ള ആക്രാന്തം അങ്ങ് മാറുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ എല്ലാ ദിവസവും ഞാനിങ്ങനെ ഓരോന്നൊക്കെ തീരുമാനിക്കും, ഓക്കെ നാളെ മുതൽ ഞാൻ ഫുൾ ഷുഗർ കട്ടാണ്, ഒന്നും കഴിക്കില്ല. പക്ഷേ എനിക്കങ്ങ് പറ്റുന്നുണ്ടായിരുന്നില്ല. നമ്മൾ ഈ ഷുഗർ കഴിച്ച് ഇതായി കഴിയുമ്പോൾ നമുക്ക് അങ്ങനത്തെ ഒരു സംഭവം മാറ്റാൻ വലിയ ബുദ്ധിമുട്ടാണ് കേട്ടോ. പിന്നെ പണ്ടൊക്കെ സൂപ്പർ മാർക്കറ്റിൽ എന്തെങ്കിലുമൊക്കെ സാധാ ഗ്രോസറീസ് മേടിക്കാൻ വേണ്ടിയിട്ട് പോണ സമയത്ത് നമുക്ക് ആ ഒരു സെക്ഷൻ ഉണ്ടല്ലോ, നമ്മുടെ പലഹാരങ്ങൾ കേക്കൊക്കെ വെച്ചിരിക്കുന്ന ഒരു സെക്ഷൻ ഉണ്ടല്ലോ, അവിടേക്ക് പോയിട്ട് അവിടെ നിന്ന് എന്തെങ്കിലും ഒരു സാധനം ഞാൻ എടുക്കും. അതേപോലെ തന്നെ ചോക്ലേറ്റിൻ്റെ സെക്ഷനിലോട്ട് പോയിട്ട് ഒരു ചോക്ലേറ്റ് ഞാൻ എങ്ങനെയെങ്കിലുമൊക്കെ ഏട്ടൻ്റെ അടുത്ത് പറഞ്ഞ് ഞാൻ എടുക്കാറുണ്ട്. പക്ഷേ എനിക്ക് തന്നെ തോന്നി, ഓക്കെ ഇത് ശരിയല്ല. കാരണം നമ്മുടെ പ്രായം താഴോട്ടല്ല, പ്രായം മേലോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. സോ അതനുസരിച്ചിട്ട് നമ്മൾ എന്തെങ്കിലുമൊക്കെ കുറച്ചാലാണല്ലോ എന്തെങ്കിലുമൊക്കെ നമുക്ക് ഗുണം ഉണ്ടാവുള്ളൂ. അത് ഈ ഷുഗർ കുറയ്ക്കുന്നത് നമുക്ക് ഒറ്റ ദിവസം കൊണ്ട് പറ്റില്ല. ഇപ്പോൾ ഒരു ദിവസത്തിൽ നമ്മൾ ഫോർ എക്സാമ്പിൾ 2 ലഡു കഴിക്കുന്ന ഒരാളാണെന്ന് വിചാരിച്ചു. പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ പറയാം, ഓക്കെ നാളെ മുതൽ ഞാൻ ഒരു ലഡുവും കഴിക്കില്ല, ഞാൻ ഷുഗർ കട്ടാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 100% ആൾക്കത് പറ്റുന്നതായിരിക്കില്ല. പക്ഷേ 2 ലഡുവിൻ്റെ സ്ഥാനത്ത് ആദ്യത്തെ ദിവസം നമ്മൾ 1.5 ലഡുവാക്കാം, അല്ലെങ്കിൽ 1.25 ലഡുവാക്കുക, പിറ്റേ ദിവസം 1.5 ലഡുവാക്കുക, പിറ്റേ ദിവസം 1 ലഡുവാക്കുക, പിറ്റേ ദിവസം 1/2 ലഡുവാക്കുക. അങ്ങനെ കുഞ്ഞി പോർഷൻസ് ആയിട്ട് നമ്മളിങ്ങനെ കുറച്ച് വരുമ്പോഴുണ്ടല്ലോ നമ്മൾക്കതിൽ യൂസ്ഡ് ആവാൻ പറ്റും. ഇപ്പം ഞാൻ പറയാം, എനിക്ക് ചായ കുടിക്കുമ്പോൾ ഞാൻ മധുരം ഇടണ കൂട്ടത്തിലായിരുന്നു. ഞാൻ കല്യാണത്തിന് മുന്നേ പറഞ്ഞാൽ നല്ല രീതിക്ക് എനിക്ക് ചായയിൽ മധുരം ഉണ്ടാവുമായിരുന്നു. പിന്നെ അതൊരു വലിയ സ്പൂണിലായിരുന്നു ഫസ്റ്റ് ഇട്ടുകൊണ്ടിരുന്നത്. പിന്നെ അത് ആ വലിയ സ്പൂണിൽ നമ്മൾ ഇടുന്ന ഷുഗറിൻ്റെ അളവ് ഞാൻ കുറയ്ക്കാൻ തുടങ്ങി. ഫസ്റ്റ് ആ സ്പൂൺ നിറയെ ഇട്ടിരുന്നത് പയ്യെ കുറച്ച് ഇപ്പം ഞാൻ ഒരു ചെറിയ സ്പൂണിൽ പകുതി വരെ ഞാൻ എത്തിയിട്ടുണ്ട്. അത് ഇനി എനിക്ക് കുറയ്ക്കണമെന്ന് ആഗ്രഹമുണ്ട് എന്ന് കരുതിയിട്ട് ഞാൻ മൊത്തത്തിൽ ഷുഗറൊന്നും കട്ട് ചെയ്തിട്ടില്ല കേട്ടോ. ഞാൻ പഴംപൊരി ഉണ്ടാക്കുന്നത് കഴിഞ്ഞാൽ അതുപോലെ ഇടയ്ക്കൊക്കെ നമ്മൾ കഴിക്കും, പക്ഷേ അളവ് വളരെ കുറച്ച് കൊണ്ടുവന്നു. പിന്നെ ഈ മൊബൈലിൻ്റെ കാര്യം പറയുമ്പോൾ ഞാനിടയ്ക്ക് എല്ലാവർക്കും ഫോണില്ലാണ്ട് പറ്റില്ല. കഴിഞ്ഞ ദിവസം ഉണ്ടല്ലോ ഇവിടെ ഒരു 10 മിനിറ്റ് വൈഫൈ ഒന്ന് കട്ടായിട്ടുണ്ടായിരുന്നു. സീരിയസ്ലി ഉണ്ടല്ലോ ആ സമയത്ത് എനിക്ക് ഓക്സിജൻ കിട്ടാത്ത പോലത്തെ ഒരു സംഭവമായിരുന്നു. കാരണം നമ്മൾ ഈ വൈഫൈ ആയിട്ട് ഇങ്ങനെ ഇങ്ങനെ എപ്പോഴും ഫോണിൽ ഓരോന്നൊക്കെ നോക്കി നമുക്ക് എന്തെങ്കിലും ഒരു ഡൗട്ട് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഓടിപ്പോയിട്ട് ഇപ്പം നമ്മുടെ മാമനോടാണല്ലോ ചോദിക്കണേ. അങ്ങനെ ശീലമായിട്ട് കുറച്ച് നേരം നമുക്ക് വൈഫൈ ഇല്ലാണ്ടായി കഴിഞ്ഞപ്പം പറ്റുന്നുണ്ടായിരുന്നില്ല. അതേപോലെ തന്നെയാണ് നമുക്ക് ഈ ഫോണെന്ന് പറയുന്നത്. ഞാനൊരു വീഡിയോയിൽ പറഞ്ഞിരുന്നു, നമ്മൾ 1 മണിക്കൂർ ഫോണൊന്നും യൂസ് ആക്കാണ്ട് നമ്മൾ ഇരിക്കാറുണ്ടെന്ന്. അത് അത്ര എളുപ്പമുള്ള കാര്യമൊന്നുമില്ല. കാരണം എപ്പോഴും നമ്മളിങ്ങനെ നമ്മുടെ സ്ഥിര സംഭവമാണില്ല, ഫ്രണ്ടിൽ TV ഓൺ ആണെങ്കിൽ പോലും നമ്മൾ ഫോണിൽ തോണ്ടിക്കൊണ്ടേയിരിക്കുക. അപ്പോൾ ഒരു സുപ്രഭാതത്തിൽ നമ്മൾ പറയുകയാണ്, നാളെ മുതൽ ഞാൻ ഇത്ര സമയം ഫോൺ യൂസ് ആക്കൂല. അതായത് ഒരു 1 hour എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ചിടത്ത് വലിയ സമയം തന്നെയാണ്. അപ്പം നമുക്കത് പറ്റുന്നുണ്ടാവില്ല. സോ നമ്മൾക്ക് ഒരു മിനിറ്റ് എന്നുള്ളൊരു റൂള് പറയണത് അതാണ്. നാളെ നമ്മൾ 1 മിനിറ്റ് ഫോൺ മാറ്റി വയ്ക്കുക. അല്ലെങ്കിൽ നമ്മൾക്ക് മാറ്റണമെന്ന് നമുക്ക് ആഗ്രഹമുള്ള ഒരു ദുശീലമായിരിക്കാം. അതിൽ വളരെ കുറച്ച്, നമ്മൾ ഈ ഷുഗറിൻ്റെ പറഞ്ഞ പോലെ 1 സ്പൂണാണ് നിങ്ങൾ പഞ്ചസാര ഇടുന്നതെന്നുണ്ടെങ്കിൽ ആ 1 സ്പൂൺ ആദ്യം നിറച്ചിട്ട് ഇന്ന് ചായയിൽ പഞ്ചസാര ഇടുമ്പം അതിൽ നിന്ന് ഒരു ചെറിയ നമ്മുടെ ഒരു ചൂണ്ടുവിരൽ വെച്ചിട്ട് കുറച്ച് പഞ്ചസാര തട്ടി തിരിച്ച് ഡപ്പയിലോട്ടേക്ക് ഇടുക. അങ്ങനെ കണ്ടിന്യൂ ചെയ്ത് വരുമ്പോൾ നമ്മൾ ആ മാറ്റണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്ന നമ്മുടെ കുറേ ദുശീലങ്ങൾ നമ്മൾക്ക് ഒരുപാട് പ്രഷർ ഇല്ലാണ്ട് നമുക്ക് കളയാൻ പറ്റും.
പിന്നെ രണ്ടാമത്തെ സംഭവത്തിൽ എന്താ പറയാന്നറിയോ, നമ്മൾ ഇതുപോലെ എന്തെങ്കിലും ഒരു പെർട്ടിക്കുലർ ശീലം നമ്മുടെ ലൈഫിൽ നിന്ന് മാറ്റണമെന്ന് നമ്മൾക്ക് ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ചുറ്റുപാടും നമ്മൾ അതിന് വേണ്ടിയിട്ട് റെഡിയാക്കി വെക്കണം എന്നാണ് പറയുന്നത്. അതായത് ഒരു ഹെൽത്തി ആയിട്ട് ലൈഫ് സ്റ്റൈൽ മെയിൻറ്റെയിൻ ചെയ്യണം എന്നുള്ള ഒരാൾ, നമുക്ക് ഇങ്ങനത്തെ ഒരു ഡയറ്റൊക്കെ ഫോളോ ചെയ്യുന്ന ഒരാൾ വീട്ടിൽ കൊണ്ടുവന്നിട്ട് ബർഗർ, പിസ്സ ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ കൊണ്ടുവന്ന് വെച്ച് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അയാളുടെ മനസ്സ് ചാഞ്ചാടും. മനുഷ്യരല്ലേ പുള്ളേ, അല്ലേ? കറക്റ്റ് അല്ലേ? അതെ. പക്ഷെ നേരെ തിരിച്ച് ഇങ്ങനെ നല്ല ഹെൽത്തി ആയിട്ട് ഡയറ്റൊക്കെ ഫോളോ ചെയ്യുന്ന, സ്ട്രിക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യണമെന്ന് ആഗ്രഹമുള്ള ഒരാളാണെങ്കിൽ അവരുടെ വീട്ടിൽ അവർ ഹെൽത്തി ആയിട്ടുള്ള വെജിറ്റബിൾസും ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ ആയിരിക്കും കൊണ്ടുവന്ന് വെക്കുന്നുണ്ടാവുക. അപ്പം നമ്മൾക്ക് എന്താണോ, എന്തിലോട്ടേക്കാണോ നമുക്ക് മാറാൻ വേണ്ടിയിട്ട് ആഗ്രഹം എന്നുണ്ടെങ്കിൽ നമ്മൾ അതിനനുസരിച്ചിട്ട് നമ്മളുടെ ചുറ്റുപാട് മാറ്റുക. ഈ പറയുന്ന പോലെ ഫോണൊക്കെ കുറേ നേരം യൂസ് ആക്കുന്നത് മാറ്റണമെന്ന് ആഗ്രഹമുണ്ടെന്നുണ്ടെങ്കിൽ ആ ഫോൺ യൂസ് ചെയ്യുന്ന സമയം മാറ്റി നമ്മളെ വേറെ ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ സാധനത്തിലോട്ടേക്ക് നമ്മളുടെ മൈൻഡ് ഡിവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കൊരു സംഭവം വേണം. അതിപ്പോൾ റീഡിങ് ആയിരിക്കാം, പെയിൻറ്റിങ് ആയിരിക്കാം, നമുക്ക് ഇഷ്ടപ്പെട്ട എന്തെങ്കിലും ഒരു സംഭവം. അതിന് വേണ്ട കുറച്ച് സംഗതികൾ നമ്മൾ വീട്ടിൽ മേടിക്കണം. ഇപ്പം നിങ്ങൾക്ക് റീഡിങ്ങിൽ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് പുസ്തകങ്ങൾ നമ്മൾ നമ്മുടെ വീട്ടിൽ മേടിച്ച് വെക്കുക. അപ്പം നമ്മൾ ആ ഫോൺ യൂസ് ചെയ്യുന്ന കുറച്ച് സമയം നമ്മളത് മാറ്റിയിട്ട് നമ്മുടെ റീഡിങ്ങിലോട്ടേക്ക് നമ്മൾ ഫോക്കസ് ചെയ്യും. അതുപോലെ തന്നെ ഈ ഫുഡിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ഈ ഹെൽത്തി ആയിട്ട് ഫോളോ ചെയ്യണമെന്ന് ആഗ്രഹമുള്ള ആൾക്കാരുണ്ടല്ലോ, ഈ വേണ്ട ഞാൻ അവർക്ക് ഡീമോട്ടിവേഷൻ ആയി പോലെ മറ്റേ സംഭവങ്ങളൊക്കെ ആപ്പുകൾ അത് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസൊക്കെ കാണാതിരിക്കണം തന്നെയാണ് കേട്ടോ നല്ലത്. കാരണം നമ്മൾ ഈ വീഡിയോസ് കണ്ട് നമുക്കത് മേടിക്കാൻ വേണ്ടിയിട്ട് ത്വര വരും. പിന്നെ ഈ അവസരത്തിൽ ഞാൻ എൻ്റെ ഫ്രണ്ട് ശ്രീന്, അവളെ ഞാൻ ഇന്ന് വിളിക്കുന്നു. അവളിങ്ങനെ ഓരോരോ ഫുഡിൻ്റെ കാര്യങ്ങൾ പറഞ്ഞ് നമ്മൾ ഓർഡർ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കൊരു ടെംപ്റ്റേഷൻ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും കേട്ടോ. അപ്പോൾ മാക്സിമം അങ്ങനത്തെ ടോക്കുകൾ നമ്മൾ ഒഴിവാക്കുക. ഹെൽത്തി ആയിട്ട് ഡയറ്റ് ഫോളോ ചെയ്യണമെന്ന് ആഗ്രഹമുള്ള ആൾക്കാർ അങ്ങനത്തെ ഹെൽത്തി ആയിട്ടുള്ള സാലഡ്സിൻ്റെ വീഡിയോ കാണുക. നിങ്ങളിപ്പോൾ ഒരു തവണ ഇൻസ്റ്റാഗ്രാമിൽ ഹെൽത്തി സാലഡ് അല്ലെങ്കിൽ ഹെൽത്തി ഫുഡിൻ്റെ ഒരു സംഭവം നമ്മൾ സെർച്ച് ചെയ്ത് കണ്ടു കഴിഞ്ഞാലുണ്ടല്ലോ, പിന്നെ മാമൻ നമ്മൾക്ക് അങ്ങനത്തെ റെക്കമെൻഡ് ചെയ്യുള്ളൂ. നമ്മൾ എന്താണോ സെർച്ച് ചെയ്യുന്നത് അതല്ലേ മാമൻ റെക്കമെൻഡ് ചെയ്യുള്ളൂ. തേർഡ് വൺ വരണത് എന്താണെന്നറിയോ, നമുക്ക് ഇതുപോലെ നമുക്ക് മാറ്റണം എന്ന് ആഗ്രഹമുള്ളൊരു ശീലം നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് തോന്നുന്ന സമയത്തുണ്ടല്ലോ, നമ്മളത് ചെയ്യുന്നതിന് മുൻപ് നമുക്കൊരു 2 മിനിറ്റ് നമ്മൾ ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുക. ആ 2 മിനിറ്റ് എന്ന് പറയുന്നത് ഇറ്റ്സ് വെരി ക്രൂഷ്യൽ. കാരണം ആ 2 മിനിറ്റിൽ നമ്മുടെ തലച്ചോറിനുണ്ടല്ലോ നെക്സ്റ്റ് എന്താണെന്നൊരു സംഭവം നമുക്ക് ഇങ്ങനെ എന്താ പറയുക റെസ്പോണ്ട് ചെയ്യാനായിട്ടുള്ള ഒരു അവസരമാണ് നമ്മളവിടെ ഒരുക്കി കൊടുക്കണേന്നാണ് പറയുക. അതിനൊരു വലിയ എക്സാമ്പിൾ നമുക്ക് ഇന്നലെ തന്നെയുണ്ടായി. ഇന്നലെ എൻ്റെ ഏട്ടൻ്റെ ഓഫ് ഡേ ആയിരുന്നു കേട്ടോ. അപ്പോൾ നല്ല മഴയാണല്ലോ ഇവിടെ. മഴയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഉണ്ടല്ലോ നമ്മൾക്ക് പാനിപ്പൂരി കഴിക്കാൻ വേണ്ടിയിട്ട് വലിയൊരു ആഗ്രഹം. നമ്മുടെ താഴെയുള്ള റെസ്റ്റോറൻറ്റിൽ പാനിപ്പൂരി ഇല്ല. അപ്പോൾ ഞാനിങ്ങനെ ഓൺലൈനിൽ സെർച്ച് ചെയ്ത് കാർട്ടിലിട്ട് കഴിഞ്ഞ് കഴിഞ്ഞപ്പം എനിക്ക് എന്തോ ആരോ വന്നിങ്ങനെ പറയണ പോലെ ഒന്നും കൂടെ മാറ്റി ചിന്തിക്കും. അങ്ങനെ ഞാൻ കുറച്ച് നേരം ആ ഒരു ആപ്പ് അങ്ങോട്ട് അടച്ച് വെച്ച് കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ എനിക്ക് എന്തോ തോന്നി, വേണ്ട, ആ കുറച്ച് സമയം ഞാൻ കൊടുത്ത ആ ഒരു മൊമെൻ്റ് ഉണ്ടല്ലോ, അതുകൊണ്ട് എനിക്ക് തീരുമാനിക്കാൻ പറ്റി ഇന്ന് പാനിപ്പൂരി ഓർഡർ ചെയ്യേണ്ടായി എന്നുള്ളത്. അതുകൊണ്ട് എന്തായി, ഞങ്ങൾ ഇന്നലെ പാനിപ്പൂരി ഓർഡർ ചെയ്തില്ല. അപ്പോൾ സീരിയസ്ലി നമ്മൾ എന്തെങ്കിലും ഒരു സംഭവം നമുക്കിങ്ങനെ ചെയ്യുമ്പോൾ ഒരു കുറച്ച് സമയത്തൊരു ഇടവേള നമ്മൾ കൊടുക്കുക. ആ ഇടവേളയിൽ നമ്മൾ പ്രത്യേകിച്ച് ഇങ്ങനെ എന്താ പറയുക ഭയങ്കര ഹെൽത്തി ആയിട്ട് ഇരിക്കണം എന്നൊക്കെ ആഗ്രഹിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ എന്തെങ്കിലും കഴിച്ച് കഴിയുമ്പോൾ ഉണ്ടല്ലോ, ഇന്നലെ പാനിപ്പൂരി കഴിച്ചിരുന്നെങ്കിൽ എനിക്ക് കുറ്റബോധം അത് പീക്കായേനെ. അതുകൊണ്ട് തന്നെ ഇങ്ങനെ ചിന്തിച്ച് കഴിഞ്ഞ് കഴിഞ്ഞപ്പം ആ കുറ്റബോധം വേണ്ട, അതെനിക്ക് സഹിക്കാൻ പറ്റൂല എന്നുള്ളത് കൊണ്ട് ഞങ്ങൾ ഇന്നലെ ഓർഡർ ചെയ്തില്ല. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ എന്തെങ്കിലും ഒരു ദുശ്ശീലം നിങ്ങൾക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ 2 മിനിറ്റ് നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഈ ഒരു സംഭവം എല്ലാവർക്കും എന്താ പറയുക ആപ്ലിക്കബിൾ ആവുമെന്ന് എനിക്കറിയില്ല കേട്ടോ. പിന്നെ ഇതിൻ്റെയൊക്കെ ഇടയ്ക്ക് ഒരു ദിവസം നിങ്ങൾ ഇതൊക്കെ തെറ്റിച്ചു അതിലോട്ടേക്ക് തിരിച്ചു പോയി എന്ന് പറഞ്ഞിട്ട് ഒരു വലിയ കുറ്റമാണ്, ഞാൻ ഈ ലോകത്തിന് മുന്നിൽ വലിയൊരു കുറ്റക്കാരിയാണ്, അല്ലെങ്കിൽ നമ്മളെ തന്നെ ഇത്രയും നാൾ ഞാൻ ചെയ്തു എന്നിട്ട് ഇന്ന് ഞാൻ കൊണ്ടുപോയത് നശിപ്പിച്ചല്ലോ, മറ്റേ ഫ്രണ്ടിൽ കൊണ്ടുവന്ന് കല ഉടച്ചല്ലോ എന്നൊക്കെ പറയുന്ന പോലെ ചിന്തിക്കേണ്ട. നമ്മൾ മനുഷ്യന്മാരാണ്. നമ്മൾ എത്രയൊക്കെ ശ്രമിച്ചാലും ചിലപ്പോൾ നമുക്കൊരു മൊമെൻറ്റിൽ നമ്മൾ ആ ബാക്ക് ടു നമ്മളുടെ ബാഡ് ഹാബിറ്റ്സിലോട്ടേക്ക് നമ്മൾ തിരിച്ചു പോകും. പക്ഷെ അത് അക്സെപ്റ്റ് ചെയ്തിട്ട് ഓക്കെ ദാറ്റ്സ് ഫൈൻ, നെക്സ്റ്റ് ഡേ മുതൽ ഞാൻ ഇനീഷ്യലി സ്റ്റാർട്ട് ചെയ്യുമെന്ന് അങ്ങ് വിചാരിച്ചാൽ മതി. വീഡിയോ തീർന്നു. അപ്പോൾ അത്രയേ ഉള്ളൂ. ടാറ്റ.